ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, നാം ജയാളികളാകുവാൻ എന്തു ചെയ്യണം? നമ്മുടെ ജീവിതയാത്രയിൽ തളർന്നു പോകാതെ, പതറിപ്പോകാതെ ലക്ഷ്യത്തിലെത്തുവാൻ എന്തു ചെയ്യണമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുക. 16-ാം സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഭക്തൻ വിളിച്ചു പറയുക, ഞാൻ കർത്താവിനെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ലോകത്തിലെ മറ്റെന്ത് നാം മുൻപിൽ വെച്ചാലും ഒരു പക്ഷേ നമ്മെ സഹായിപ്പാൻ അവയ്ക്ക് കഴിയാതെ വരും. പക്ഷെ ജീവിതത്തിൽ എന്തു ചെയ്താലും ദൈവത്തെ മുൻനിർത്തി ദൈവഹിതപ്രകാരം ചുവട് വെക്കുന്നുവെങ്കിൽ നമ്മൾ പരാജിതരല്ല, മറിച്ച് ജയാളികളായി തീരും. ഇത് അനുഭവത്തിലൂടെ ദാവീദ് നമ്മോട് പറയുക. ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ തൻ്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവത്തിൻ്റെ പെട്ടകം അഭിനേതാവിൻ്റെ ഭവനത്തിൽ നിന്നെടുക്കാൻ പോയി. കാളവണ്ടിയൊക്കെ തയ്യാറാക്കി, ആരും അതുവരെ ഉപയോഗിക്കാത്ത പുതിയ കാളവണ്ടിയൊക്കെയായി പെട്ടകമെടുക്കാൻ പോയി. പെട്ടകം എടുത്തുകൊണ്ട് വരുമ്പോൾ കാള വിരണ്ടിട്ട് ഉസയും അഹോവും പെട്ടകത്തെ തൊട്ടപ്പോൾ ദൈവകോപം നിമിത്തം അവർ മരണപ്പെടാൻ ഇടയായത് നിമിത്തം എടുത്തുകൊണ്ടുവന്ന പെട്ടകം ഒബേദേദോമിന്റെ ഭവനത്തിൽ വെച്ചിട്ട് മടങ്ങി വന്ന ദാവീദ് കാരണം അന്വേഷിക്കുമ്പോൾ ദൈവഹിതപ്രകാരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതപ്രകാരം ക്രമപ്പെടുത്തി പെട്ടകമെടുത്ത് ജയാളിയായി മടങ്ങി വന്നെങ്കിൽ ദാവീദ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുക, ദൈവത്തെ മുൻനിർത്തിയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ സിക്ലാഗ് ചുട്ടുകരിച്ച അമാലോക്യർക്ക് നേരെ യുദ്ധം ചെയ്യാൻ ദൈവത്തിൽ ആശ്രയിച്ച് പുറപ്പെട്ട ദാവീദ് അത്ഭുതകരമായി ജയാളിയായി മാറിയെങ്കിൽ നമ്മോട് ദൈവത്തിൻ്റെ തിരുവചനത്തോടെ ഓർപ്പിക്കുക, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ മുൻനിർത്തി യാത്ര ചെയ്യുന്നവരായി മാറുവാൻ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്താലും ദൈവത്തെ മുൻനിർത്തി യാത്ര ചെയ്യുമെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിലൊക്കെയും നമ്മെ ജയാളികളാക്കുന്ന, അതിലൊക്കെയും നമുക്ക് ജയം തരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ഉറപ്പു തരുമ്പോൾ നാം എപ്രകാരമാണ് നമ്മുടെ ജീവിതയാത്ര ക്രമപ്പെടുത്തുന്നത് പരിശോധിച്ച് നോക്കാം. ദൈവത്തോട് ചേർന്ന് ദൈവഹിതമനുസരിച്ചാണോ, അതോ പ്രതിസന്ധിയിൽ അകപ്പെട്ട ശേഷമാണോ നാം ദൈവതിരുമുഖം അന്വേഷിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. ദൈവത്തെ മുൻനിർത്തി, കർത്താവിനെ മുൻനിർത്തി യാത്ര ചെയ്യുന്നവരാകുമെങ്കിൽ നിശ്ചയമായി നഷ്ടങ്ങളുടെ കഥയല്ല, മറിച്ച് വിടുവയ്ക്കുന്ന, ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ കരം എന്നെയും നിങ്ങളെയും അത്ഭുതമാക്കും. അതിനുവേണ്ടി കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.